ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര കൊച്ചി സെക്കൻഡ് ഫേസ് മെട്രോൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാനാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇൻഫോ പാർക്ക് റോഡിലാണ്. നൈറ്റ് വീഡിയോ ആണ്. എന്തായാലും ഡേ വീഡിയോയും നൈറ്റ് വീഡിയോയും എല്ലാം ഉണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. രണ്ടാം ഘട്ടം കാക്കനാട് ഇൻഫോ പാർക്ക് എക്സ്റ്റൻഷൻ 2016 നവംബറിൽ ഇൻഫോ പാർക്ക് വരെ മെട്രോ നീട്ടുന്നതിനുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ KMRL ആരംഭിച്ചു. കാക്കനാട് എയർപോർട്ട് ഇടനാഴി 22 മീറ്റർ വീതിയുള്ള ഒരു പാതയായി KMRL വികസിപ്പിക്കുകയും പാതയുടെ മധ്യഭാഗത്ത് മെട്രോ തൂണുകൾ നിർമ്മിക്കുകയും ചെയ്യും. പാലാരിവട്ടം ജംഗ്ഷൻ, പാലാരിവട്ടം ബൈപ്പാസ് ജംഗ്ഷൻ, കളക്ടറേറ്റ് ജംഗ്ഷൻ എന്നിവയും വീതി കൂട്ടും. 11.2 കിലോമീറ്റർ 7.0 മൈൽ നീളമുള്ള ഈ വിപുലീകരണം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തെ കാക്കനാട് വഴി ഇൻഫോ പാർക്കുമായി ബന്ധിപ്പിക്കും. കൂടാതെ നിർദ്ദേശ സമയത്ത് കണക്കാക്കിയ ചെലവ് 2024 കോടി രൂപ $240 മില്യൺ ആയിരുന്നു. പദ്ധതിയുടെ ഭൂമി വിലയിരുത്തൽ പ്രക്രിയ പൂർത്തിയായതായി എറണാകുളം ജില്ലാ കളക്ടർ കെ. മുഹമ്മദ് വൈസ് സഫിറുള്ള 2017 മാർച്ചിൽ പറഞ്ഞു. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന് 2017 മെയ് 17 സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകി. ഒന്നാം ഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി DMRCയുടെ പങ്കാളിത്തമില്ലാതെ KMRL രണ്ടാം ഘട്ടം സ്വതന്ത്രമായി നടപ്പാക്കും. രണ്ടാം ഘട്ടത്തിൽ ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വഴി ഇൻഫോ പാർക്കിലേക്കുള്ള 11.2 കിലോമീറ്റർ 7.0 മൈൽ ലൈൻ ഉൾപ്പെടുന്നു. പാലാരിവട്ടം ജംഗ്ഷൻ, പാലാരിവട്ടം സിഗ്നൽ, ചെമ്പുമുക്ക്, വാഴക്കാല, കുന്നുംപുറം, കാക്കനാട് ജംഗ്ഷൻ, കൊച്ചി പ്രത്യേക സാമ്പത്തിക മേഖല, ചിറ്റേത്തുകര, രാജഗിരി, ഇൻഫോ പാർക്ക് I, ഇൻഫോ പാർക്ക് 2 എന്നിങ്ങനെ 11 സ്റ്റേഷനുകൾ ലൈനിൽ ഉണ്ടാകും. സെപ്റ്റംബർ 1 പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത്. 2023 സെപ്റ്റംബറിൽ രണ്ടാം ഘട്ടം പിങ്ക് ലൈൻ എന്നറിയപ്പെടുമെന്ന് പ്രഖ്യാപിച്ചു. രണ്ടാം ഘട്ടത്തിനായി കേരള സർക്കാർ 2023 ഡിസംബർ 4 $378 കോടി രൂപ $45 മില്യൺ ധനസഹായം അനുവദിച്ചു. 115 2026 അവസാനത്തോടെ പിങ്ക് ലൈൻ കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. 116 കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം 2024 ജൂലൈ 3 ആരംഭിച്ചു. 117 ബീജിംഗ് ആസ്ഥാനമായുള്ള ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് AIIB രണ്ടാം ഘട്ട ലൈനിന് സാമ്പത്തിക സഹായം അനുവദിച്ചു. എന്നിരുന്നാലും കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതിക്കായി സംസ്ഥാന സർക്കാർ അപേക്ഷ അയച്ചിട്ടില്ലാത്തതിനാൽ പദ്ധതി മന്ദഗതിയിലാണ് നീങ്ങുന്നത്. കാരണം അത് സംസ്ഥാനത്തിന്റെ അക്കൗണ്ടുകളിൽ ചേർക്കാൻ സാധ്യതയുണ്ട്. കൂടാതെ മതിയായ നഷ്ടപരിഹാരം നൽകുന്നില്ല. പിങ്ക് ലൈനിലെ ആദ്യത്തെ 5 സ്റ്റേഷനുകൾ 2026 ജൂൺ 30 ഓടെയും ബാക്കിയുള്ളവ 2026 ഡിസംബറോടെയും സേവനത്തിന് തയ്യാറാകുമെന്നായിരുന്നു 2 ഘട്ടങ്ങളിലായി പണികൾ പ്രതീക്ഷിച്ചിരുന്നത്. പൈപ്പ്ലൈൻ ജോലികളും റൂട്ടിലെ പേമാരിയും കാരണം പദ്ധതിക്ക് 3 മാസത്തെ കാലതാമസം നേരിട്ടു. 119, 120, 2025 ഓഗസ്റ്റ് 29 കൊച്ചി ഇൻഫോ പാർക്കിന് സമീപം 281 നമ്പർ പില്ലറിൽ പിങ്ക് ലൈനിനായുള്ള ആദ്യത്തെ പിയർ ക്യാപ്പ് സ്ഥാപിച്ചു.
മൂന്നാം ഘട്ടം വിമാനത്താവള വിപുലീകരണം. കൊച്ചി മെട്രോയുടെ ആലുവ മുതൽ അങ്കമാലി വരെയുള്ള മൂന്നാം ഘട്ടം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളവുമായുള്ള കണക്ടിവിറ്റി ഉൾപ്പെടെ ഏകദേശം 20 കിലോമീറ്റർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ മെട്രോ ലിങ്ക് നിർമ്മിക്കണമെന്ന് വിമാനത്താവള അതോറിറ്റി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ മൂന്നാം ഘട്ടത്തിൽ അത് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചു. KMRL 2 അലൈൻമെന്റുകൾ പരിഗണിക്കുന്നു. ആദ്യത്തേത് അത്താണി ജംഗ്ഷനിൽ നിന്ന് അങ്കമാലിയിലേക്കുള്ള പ്രധാന പാതയാണ്, അവിടെ നിന്ന് വിമാനത്താവളത്തിലേക്കുള്ള ഒരു ലിങ്ക്. രണ്ടാമത്തെ അലൈൻമെന്റ് അത്താണിയിൽ നിന്ന് വിമാനത്താവളം വഴി അങ്കമാലിയിലേക്കാണ്. മൂന്നാം ഘട്ടത്തിൽ അയ്യമ്പുഴ വരെ മെട്രോ പാത നീട്ടുന്നതിനുള്ള സാധ്യതാ പഠനം KMRL നടത്തുമെന്നും റിപ്പോർട്ടുണ്ട്. മെട്രോ പ്രവർത്തിപ്പിക്കുന്നതിനായി KMRL 20 മെഗാവാട്ട് വൈദ്യുതി ഏറ്റെടുക്കും. കേരള സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെ KSEB കല്ലൂർ സബ്സ്റ്റേഷനിൽ നിന്നാണ് വൈദ്യുതി വിതരണം ചെയ്യുന്നത്. 25 kV ഓവർഹെഡ് പവർ ലൈനുകൾ വഴി വൈദ്യുതി വിതരണം ചെയ്യുന്നതിന് DMRC അനുകൂലിച്ചു. മെട്രോ ട്രാക്കിനോട് ചേർന്ന് സ്ഥാപിച്ചിരിക്കുന്ന മൂന്നാമത്തെ റെയിലിൽ നിന്ന് വൈദ്യുതി എത്തിക്കാൻ KMRL ഇഷ്ടപ്പെട്ടതിനെ അവർ എതിർത്തു. 750 VDC മൂന്നാം റെയിൽ വഴി വൈദ്യുതി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. 2015 ജനുവരിയിൽ 750 V തേർഡ് റെയിൽ ട്രാഷൻ ഇലക്ട്രിഫിക്കേഷൻ ആൻഡ് ഓക്സിലറി സബ്സ്റ്റേഷനുകൾ ASS, അനുബന്ധ SCADA സിസ്റ്റങ്ങൾ എന്നിവയുടെ നിർമ്മാണം, വിതരണം, ഇൻസ്റ്റാളേഷൻ, പരിശോധന, കമ്മീഷൻ ചെയ്യൽ എന്നിവയ്ക്കുള്ള കരാർ ആൽസ്റ്റോം നേടി. ഈ കരാറിന് കീഴിൽ ഗ്രിഡിൽ നിന്ന് വരുന്ന 110 kV കേബിളിംഗിന്റെ വിതരണം, ഇൻസ്റ്റാളേഷൻ, പരിശോധന, കമ്മീഷൻ ചെയ്യൽ, സിവിൽ വർക്കുകൾ ഉൾപ്പെടെ 2 XGIS 3 എന്നിവയുടെ ചുമതലയും ആൽസ്റ്റോമിനുണ്ട്. 110 കിലോവോൾട്ട് ഇൻടേക്ക് പവർ സബ്സ്റ്റേഷനുകളും അവയുമായി ബന്ധപ്പെട്ട 110 കിലോവോൾട്ട്, 33 കിലോവോൾട്ട് പവർ ട്രാൻസ്ഫോർമറുകളും 33 കിലോവോൾട്ട് 415 V ഓക്സിലറി ട്രാൻസ്ഫോർമറുകളും. 2016 നവംബറിൽ മുട്ടം യാർഡിലെ 22 സ്റ്റേഷനുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരകളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കാൻ KMRL ആരംഭിച്ചു. ഹീറോ സോളാർ എനർജി പി. ലിമിറ്റഡിനാണ് ഈ പദ്ധതി കരാർ നൽകിയത്. റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനി റെസ്കോ മാതൃകയിലാണ് കരാർ. 25 വർഷത്തേക്ക് പാനലുകൾ സ്ഥാപിക്കുന്നതിനും സോളാർ പവർ സ്റ്റേഷൻ പ്രവർത്തിപ്പിക്കുന്നതിനുമായി ഹീറോ മുഴുവൻ 27 കോടി രൂപ $3.20 മില്യൺ നിക്ഷേപിക്കും. വൈദ്യുതി വാങ്ങൽ കരാറിന്റെ നിബന്ധനകൾ പ്രകാരം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി യൂണിറ്റിന് $5.51 6.5 US നിരക്കിൽ ഹീറോ KMRLന് വിൽക്കും. 2017 മാർച്ചിൽ മുട്ടം യാർഡിൽ ലഭ്യമായ 9 ഏക്കർ സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി KMRL പുറത്തിറക്കി. കൊച്ചി മെട്രോയ്ക്ക് മുട്ടത്ത് 52.3 ഏക്കർ സ്ഥലമുണ്ട്. അതിൽ 31.1 ഏക്കർ മെട്രോ ഡിപ്പോയ്ക്ക് ആവശ്യമാണ്. മുട്ടം ഡിപ്പോയിൽ 2.3 മെഗാവാട്ട് സോളാർ പ്ലാന്റ് സ്ഥാപിക്കൽ 2017 മെയ് മാസത്തിൽ പൂർത്തിയായി. കൊച്ചി മെട്രോയുടെ രണ്ടാം ഘട്ടം പിങ്ക് ലൈൻ എന്നറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മുതൽ കാക്കനാട് വഴി ഇൻഫോ പാർക്ക് വരെ 11.2 കിലോമീറ്റർ നീളമുള്ള വിപുലീകരണമാണിത്.
പദ്ധതിയിൽ 10 പുതിയ സ്റ്റേഷനുകൾ ഉൾപ്പെടുന്നു. ഘട്ടം ഘട്ടമായി തുറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ 5 സ്റ്റേഷനുകൾ 2026 ജൂൺ 30-നകം പൂർത്തിയാകുമെന്നും ബാക്കി 5 സ്റ്റേഷനുകൾ ആ വർഷം അവസാനത്തോടെ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ഈ ഘട്ടത്തിന്റെ ഏകദേശ ചെലവ് ഏകദേശം 1957 കോടിയാണ്. റൂട്ട്: ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, കലൂർ മുതൽ ഇൻഫോ പാർക്ക് വരെ പാത പ്രവർത്തിക്കും. സ്റ്റേഷനുകൾ: പാലാരിവട്ടം ജംഗ്ഷൻ, ആലിൻചുവട്, ചെമ്പുമുക്ക്, വാഴക്കാല, പടമുകൾ, കാക്കനാട് ജംഗ്ഷൻ, കൊച്ചിൻ സെസ്, ചിറ്റേത്തുകര, കിൻഫ്ര, ഇൻഫോ പാർക്ക് എന്നിവയാണ് 10 പുതിയ സ്റ്റേഷനുകൾ. സമയക്രമം: ആദ്യത്തെ 5 സ്റ്റേഷനുകൾ 2026 ജൂൺ 30-നകം പ്രവർത്തനക്ഷമമാക്കും. ശേഷിക്കുന്ന 5 സ്റ്റേഷനുകൾ 2026 ഡിസംബറോടെ പ്രവർത്തനക്ഷമമാകും. ചെലവ്: കണക്കാക്കിയ നിർമ്മാണ ചെലവ് 1957 കോടി രൂപ. പുരോഗതി: ട്രാക്ക് ജോലികൾ. ആദ്യ സെറ്റ് സ്റ്റേഷനുകളുടെ നിർമ്മാണം തുടങ്ങിയ കരാറുകൾക്കായി ബിഡുകൾ ക്ഷണിച്ചുകൊണ്ട് പദ്ധതി സജീവമായി പുരോഗമിക്കുന്നു. ഈ ആണ്ട് എസ് നയം, മാനദണ്ഡങ്ങൾ ഉൾപ്പെടെ വർഗീകരണം. പരിസ്ഥിതി, സാമൂഹിക മാനദണ്ഡങ്ങൾ എസ്-കൾ, പരിസ്ഥിതി, സാമൂഹിക ഒഴിവാക്കൽ പട്ടിക എ-സെൽ എന്നിവയുൾപ്പെടെയുള്ള ആയിബയുടെ പരിസ്ഥിതി സാമൂഹിക നയം ഇ-എസ്-പി ഈ പദ്ധതിക്ക് ബാധകമാകും. ഇ-എസ്-എസ്-1 പരിസ്ഥിതി, സാമൂഹിക വിലയിരുത്തൽ, മാനേജ്മെന്റ്, ഇ-എസ്-എസ്-2 സ്വമേധയാ പുനരധിവാസം എന്നിവ ബാധകമാണ്. കൂടാതെ പദ്ധതി പ്രവർത്തനങ്ങൾ പ്രധാനമായും നഗരപ്രദേശങ്ങളിലാണ്. അവിടെ ഒരു വംശീയ ന്യൂനപക്ഷ വിഭാഗവും കൂട്ടായി ബന്ധിപ്പിച്ചിട്ടില്ല. അതിനാൽ ഇ-എസ്-എസ്-3 തദ്ദേശീയ ജനത പ്രവർത്തനക്ഷമമല്ല. ഇടതൂർന്ന നഗരവൽക്കരിക്കപ്പെട്ട അന്തരീക്ഷത്തിലെ സിവിൽ ജോലികൾ, ഭൂമി ഏറ്റെടുക്കൽ, തൊഴിൽ, ആരോഗ്യം, സുരക്ഷ, ഓസ്, വാഹന ഗതാഗതം, മലിനീകരണം, പൊടി, ശബ്ദം, വൈബ്രേഷൻ എന്നിവ മൂലമുണ്ടാകുന്ന പാരിസ്ഥിതികവും സാമൂഹികവുമായ ഇ-ആൻഡ്-എസ് ആഘാതങ്ങളെ അടിസ്ഥാനമാക്കി പദ്ധതിയെ എ വിഭാഗമായി തരംതിരിച്ചിട്ടുണ്ട്. ഉപകരണങ്ങൾ: അന്താരാഷ്ട്ര വായ്പാദാതാക്കളുടെ ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് (KMRL) ഒരു പരിസ്ഥിതി ആഘാത വിലയിരുത്തൽ (EIA), ഒരു പരിസ്ഥിതി മാനേജ്മെന്റ് പ്ലാൻ (EMP), 4 സാമൂഹിക ആഘാത വിലയിരുത്തലുകൾ (SIA), പുനരധിവാസ പദ്ധതികൾ (RP) എന്നിവ തയ്യാറാക്കി. ചെറിയ വിടവുകളുണ്ടെങ്കിലും ഈ രേഖകൾ പദ്ധതിയുടെ അപകടസാധ്യതകളും ആഘാതങ്ങളും കൂടിയാലോചനകളും മാനേജ്മെന്റ് സമീപനങ്ങളും പര്യാപ്തമായി അഭിസംബോധന ചെയ്യുന്നു. AIIB ESP നിറവേറ്റുന്നതിനായി കാലാവസ്ഥ അപകടസാധ്യത വിലയിരുത്തൽ, ശബ്ദവും വൈബ്രേഷനും N&V വിലയിരുത്തൽ, സ്ഥാപനപരമായ ക്രമീകരണങ്ങൾ, ലഘൂകരണ പദ്ധതികൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു പരിസ്ഥിതി ജാഗ്രത റിപ്പോർട്ട് EDDR-E, ഒരു സാമൂഹിക ഉത്കണ്ഠ റിപ്പോർട്ട് SDDR എന്നിവയും തയ്യാറാക്കി. പാരിസ്ഥിതിക വശങ്ങൾ: ഗതാഗതക്കുരുക്കിൽ നിന്നുള്ള വായു മലിനീകരണം കുറയ്ക്കുന്നതുൾപ്പെടെ പരിസ്ഥിതി നേട്ടങ്ങൾ കൈവരിക്കാൻ പദ്ധതി സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിർദ്ദിഷ്ട റൈറ്റ് ഓഫ് വേ (ROW)യുടെ 500 മീറ്ററിനുള്ളിൽ വനമേഖലയോ വിജ്ഞാപനം ചെയ്ത പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലയോ ഇല്ല. 1972 വന്യജീവി നിയമപ്രകാരം വിജ്ഞാപനം ചെയ്ത പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലയോ നിർദ്ദിഷ്ട ROWയുടെ 10 കിലോമീറ്റർ ചുറ്റളവിൽ JLN സ്റ്റേഷനിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയുള്ള മംഗളവനം പക്ഷിസങ്കേതം ഒഴികെ ഒരു വന്യജീവി ആവാസ വ്യവസ്ഥയോ വിജ്ഞാപനം ചെയ്ത പരിസ്ഥിതി സെൻസിറ്റീവ് മേഖലയോ ഇല്ല.
വിപുലമായ നഗരപ്രവർത്തനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നതിനാലും പദ്ധതിയുടെ നിർമ്മാണ അല്ലെങ്കിൽ പ്രവർത്തന ഘട്ടങ്ങൾ അധിക പ്രതികൂല പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകാത്തതിനാലും പദ്ധതി പ്രവർത്തനങ്ങൾക്ക് വന്യജീവി സങ്കേതത്തിൽ പ്രതികൂല അപകടസാധ്യതകളോ ആഘാതങ്ങളോ ഇല്ലെന്ന് വിലയിരുത്തപ്പെടുന്നു. നിർമ്മാണ ഘട്ടത്തിൽ പദ്ധതിയുടെ മറ്റ് പ്രതികൂല പ്രത്യാഘാതങ്ങൾ താൽക്കാലികവും പഴയപടിയാക്കാവുന്നതുമായിരിക്കും. ഇതിൽ വായു മലിനീകരണം, N&V, നിർമ്മാണ അവശിഷ്ടങ്ങളുടെ നിർമ്മാർജ്ജനം എന്നിവ ഉൾപ്പെടുന്നു. ഇവ പരിസ്ഥിതി സാമൂഹിക മാനേജ്മെന്റ് പ്ലാൻ (ESMP) അനുസരിച്ച് പരിഹരിക്കപ്പെടും. പ്രവർത്തന ഘട്ടത്തിൽ N&V ആഘാതങ്ങൾ മാർഗനിർദ്ദേശങ്ങൾക്കുള്ളിൽ ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു. എന്നിരുന്നാലും അവ ലഘൂകരിക്കുന്നതിനും കുറയ്ക്കുന്നതിനുമുള്ള ഒരു കൂട്ടം നടപടികൾ നിർദ്ദേശിക്കപ്പെട്ടു. അവ ഡിസൈനുകളിൽ സംയോജിപ്പിച്ച് ധനസഹായ പദ്ധതിയിൽ പരിഗണിച്ചു. കൂടാതെ നടപ്പാക്കലിലും പ്രവർത്തന ഘട്ടത്തിലും ഈ വശം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ESMPയിൽ വ്യവസ്ഥകൾ ഏർപ്പെടുത്തും. ഒരു ട്രാഫിക് മാനേജ്മെന്റ് പ്ലാൻ ഇതിനകം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. സാമൂഹിക വശങ്ങൾ സ്വകാര്യ, പൊതുഭൂമികളുടെ ഏറ്റെടുക്കൽ കുറയ്ക്കുന്നതിന് നിലവിലുള്ള റോഡ് മീഡിയനുകളുമായി യോജിപ്പിച്ചാണ് പദ്ധതിയുടെ രൂപകൽപ്പന പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും സ്റ്റേഷൻ എൻട്രി എക്സിറ്റ് പോയിന്റുകൾക്കും ചില സ്ഥലങ്ങളിലെ വയഡക്റ്റുകൾക്കും ഏറ്റെടുക്കലുകൾ ആവശ്യമായി വരും. അവ ഇതിനകം തന്നെ വളരെ പുരോഗമിച്ചിരിക്കുന്നു. 4.05 ഹെക്ടർ വിസ്തൃതിയിൽ ഭൂമി ഏറ്റെടുക്കൽ 4 ഘട്ടങ്ങളിലായാണ് നടത്തുന്നത്. ഇത് 11.2 കിലോമീറ്റർ നീളത്തിൽ ഒന്നിലധികം പാഴ്സലുകളായി രേഖീയമായി വിതരണം ചെയ്യുന്നു. ഈ പ്രക്രിയയ്ക്ക് നല്ല പ്രചാരണം ലഭിച്ചിട്ടുണ്ടെന്നും പദ്ധതി ബാധിതരായ ആളുകൾ, PAP സമൂഹങ്ങൾക്ക് പദ്ധതി, അവകാശങ്ങൾ, പരാതി പരിഹാരങ്ങൾ എന്നിവയെക്കുറിച്ച് നന്നായി അറിയാമെന്നും SDDR നിഗമനം ചെയ്തു. കൂടാതെ പുനരധിവാസ R&R, നഷ്ടപരിഹാരം, ലിംഗഭേദം, തൊഴിൽ സാഹചര്യങ്ങൾ, ഉപജീവനമാർഗങ്ങൾ, നിലവിലുള്ള നിരീക്ഷണം, മേൽനോട്ടം എന്നിവയ്ക്കായി സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് ഉൾപ്പെടെ സാമൂഹിക വശങ്ങളുമായി ബന്ധപ്പെട്ട 16 പ്രവർത്തന പോയിന്റുകൾ ഡ്യൂ ഡിലിജൻസ് കണ്ടെത്തി ഒരു ആക്ഷൻ പ്ലാൻ അംഗീകരിച്ചു. SDDRൽ ഒരു ഉപജീവന സഹായ പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതി നടപ്പാക്കുമ്പോൾ തിരിച്ചറിഞ്ഞ അധിക ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി ഇത് കൂടുതൽ മെച്ചപ്പെടുത്തും. പങ്കാളികളുടെ ഇടപെടൽ, കൂടിയാലോചന, വിവരങ്ങൾ വെളിപ്പെടുത്തൽ. സിഐയുടെ നിയമാനുസൃത പ്രക്രിയയ്ക്ക് നിർബന്ധിത പൊതുജന കൂടിയാലോചനകൾ ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ വിപുലമായ കൂടിയാലോചന ആവശ്യമാണ്. EIA, സിഐകൾ, RPകൾ, EDDR, SDDR എന്നിവ തയ്യാറാക്കുന്ന സമയത്ത് KMRL, കേരള സർക്കാർ, GOC സാധ്യതയുള്ള പാപ്കളെ സമീപിച്ചു. EIA 4 സിഐകൾ, RPകൾ, EDDR, SDDR എന്നിവ KMRLന്റെ വെബ്സൈറ്റിലും ലിങ്ക് 1, ലിങ്ക് 2 എന്നിവയിൽ AIIBയുടെ വെബ്സൈറ്റിലും ഇംഗ്ലീഷിൽ, മലയാളത്തിൽ സംഗ്രഹങ്ങളോടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഓസ് തൊഴിൽ വ്യവസ്ഥകൾ. തൊഴിലാളികൾക്ക് മതിയായ ആരോഗ്യ സുരക്ഷാ നടപടികൾ KMRL വ്യവസ്ഥ ചെയ്യുകയും നിരീക്ഷിക്കുകയും ചെയ്യും. കൂടാതെ കരാറുകാർ ആരോഗ്യ സുരക്ഷാ ആവശ്യകതകൾ എങ്ങനെ നിറവേറ്റും എന്നതിനെക്കുറിച്ചുള്ള ആവശ്യകതകളും ടെൻഡർ രേഖകളിൽ ഉൾപ്പെടുന്നു. ഓസ് വ്യവസ്ഥകളും ഓസ് മാനേജ്മെന്റിനുള്ള ടെംപ്ലേറ്റുകളും EDDRൽ ഉൾപ്പെടുന്നു. പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇടതൂർന്ന നഗരപ്രദേശങ്ങളിലാണ് നടപ്പിലാക്കുന്നത്. കൂടുതലും നിലവിലുള്ള റോഡുകളുടെ മധ്യഭാഗത്തും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളുടെ സമീപത്തും. ഗതാഗത മാനേജ്മെന്റ്, കമ്മ്യൂണിറ്റി ആരോഗ്യം, സുരക്ഷ എന്നിവയിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള നടപടികൾ ഉൾപ്പെടുത്തും. പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുമ്പ് കരാറുകാർ KMRLന്റെ അവലോകനത്തിനും അംഗീകാരത്തിനുമായി സൈറ്റ് നിർദ്ദിഷ്ട കമ്മ്യൂണിറ്റി ഹെൽത്ത്, ഓസ് മാനേജ്മെന്റ് പ്ലാനുകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ലിംഗസമത്വവും സാമൂഹിക ഉൾപ്പെടുത്തലും. GSI വശങ്ങൾ. മാനേജ്മെന്റിൽ മാത്രമല്ല, ട്രെയിൻ ഓപ്പറേറ്റർമാർ,
സ്റ്റേഷൻ കൺട്രോളർമാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാർ എന്നീ നിലകളിലും സ്ത്രീകളെ നിയമിക്കുന്ന ലിംഗപരമായ സുപ്രധാന നടപടികൾ KMRL നടപ്പിലാക്കിയിട്ടുണ്ട്. കുടുംബശ്രീ വഴി ഹൗസ് കീപ്പിംഗ്, സെക്യൂരിറ്റി, ടിക്കറ്റിംഗ് തുടങ്ങിയ സ്റ്റേഷനുകളിലെ ഫെസിലിറ്റി മാനേജ്മെന്റ് സേവനങ്ങളിൽ KMRL ട്രാൻസ്ജെൻഡർ ജീവനക്കാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലിംഗസമത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനും ഗണ്യമായ സംഭാവന നൽകാൻ രണ്ടാം ഘട്ടത്തിന് കഴിവുണ്ട്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ദുർബല വിഭാഗങ്ങളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ സാമൂഹിക ഉൾപ്പെടുത്തൽ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. KMRL-നുള്ളിൽ ജോലിസ്ഥലത്ത് ലൈംഗിക പീഡന സാധ്യതയുള്ള സംഭവങ്ങൾ ഒരു ആന്തരിക കമ്മിറ്റി പരിഹരിക്കും. ഇത് ജോലിസ്ഥലത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് ജീവനക്കാരുമായി പതിവായി സെഷനുകൾ നടത്തുന്നു. പരാതി പരിഹാര സംവിധാനം GRM. KMRL-ന് നിലവിലുള്ള ഉപഭോക്തൃ പരിചരണം, പരാതി പരിഹാര ചാനലുകൾ, മാനേജ്മെന്റ് പ്രക്രിയകൾ എന്നിവയുണ്ട്. പദ്ധതി പ്രകാരം കരാറിലേർപ്പെട്ട തൊഴിലാളികൾ, പൗരന്മാർ, KMRL ജീവനക്കാർ എന്നിവർക്കുള്ള പരാതി, ഫീഡ്ബാക്ക് സമർപ്പണ ചാനലുകളിൽ ഒരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ, രേഖാമൂലമുള്ള ഫീഡ്ബാക്ക് ഫോമുകൾ, സ്റ്റേഷനുകളുടെ ഉപഭോക്തൃ പരിചരണങ്ങളിൽ ലഭ്യമാണ്. ഒരു ഇമെയിൽ, ഒരു വാട്സാപ്പ് ചാറ്റ് ബോട്ട്, സോഷ്യൽ മീഡിയ ചാനലുകൾ, സ്റ്റേഷൻ കൺട്രോളർ മൊബൈലുകൾ, മെട്രോ പ്രൊമോ സെന്റർ എന്നിവ ഉൾപ്പെടുന്നു. ഈ ചാനലുകളിൽ നിന്ന് ലഭിക്കുന്ന പരാതികൾ പരിഹരിക്കുന്നതിന് KMRL-ന് ഒരു സ്ഥാപിതമായ എസ്കലേഷൻ പ്രക്രിയയുണ്ട്. രണ്ടാം ഘട്ടത്തിനായി, ഒന്നാം ഘട്ടത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ ശക്തിപ്പെടുത്തിയ ഒരു ഘടനയോടെയാണ് GRM ഇതിനകം പ്രവർത്തിക്കുന്നത്. രണ്ടാം ഘട്ടത്തിനായി KMRL-ന്റെ വെബ്സൈറ്റിൽ ലിങ്ക്, ഒരു സമർപ്പിത പരാതി ഫോം ലഭ്യമാണ്. മൊത്തത്തിലുള്ള ഭൂമി ഏറ്റെടുക്കൽ, അവാർഡുകൾ, നഷ്ടപരിഹാരം നൽകൽ എന്നിവ നടപ്പിലാക്കുന്നതിനായി ഭൂമി ഏറ്റെടുക്കലും നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട പരാതികളും യോഗ്യതയുള്ള ജില്ലാ അതോറിറ്റി പരിഹരിക്കുന്നു. GRM-നെക്കുറിച്ചും പദ്ധതി ബാധിത പീപ്പിൾസ് മെക്കാനിസത്തെ PPM കുറിച്ചുള്ള AEB-യുടെ നയത്തെക്കുറിച്ചും വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് പ്രാദേശികമായി ഉചിതമായ പൊതുജന കൂടിയാലോചനയും വെളിപ്പെടുത്തൽ പ്രക്രിയകളും ഉപയോഗിക്കുകയും ചെയ്യും. നിരീക്ഷണ, മേൽനോട്ട ക്രമീകരണങ്ങൾ. പദ്ധതിയുടെ വശങ്ങളുടെ മൊത്തത്തിലുള്ള ഏകോപനം, മേൽനോട്ടം, നിരീക്ഷണം എന്നിവ KMRL-ന്റെ ഉത്തരവാദിത്തമായിരിക്കും. പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് KMRL അർദ്ധവാർഷിക മോണിറ്ററിംഗ് റിപ്പോർട്ടുകൾ സമ്മതിച്ച ഫോർമാറ്റിനെ അടിസ്ഥാനമാക്കി AEB-ക്ക് സമർപ്പിക്കും. ഒരു സ്വതന്ത്ര മൂന്നാം കക്ഷി മോണിറ്ററിംഗ് ഏജൻസി പ്രോജക്റ്റ് അനുസരണം പരിശോധിച്ച് ഓരോ 6 മാസത്തിലും റിപ്പോർട്ട് ചെയ്യും. നടപ്പാക്കൽ സമയത്ത് പ്രോജക്റ്റ് ടീം ഫീൽഡ് അധിഷ്ഠിത മേൽനോട്ടം നടത്തും. കൊച്ചിയിലെ കാക്കനാട് വഴി ജവഹർലാൽ നെഹ്റു JLN സ്റ്റേഡിയം, ഇൻഫോ പാർക്ക് ഇടനാഴിയിലെ നഗര മൊബിലിറ്റി മെച്ചപ്പെടുത്തുന്നതിന് JLN സ്റ്റേഡിയം, സ്മാർട്ട് സിറ്റി ഇടനാഴിയിൽ 11.2 കിലോമീറ്റർ നീളവും 11 സ്റ്റേഷനുകളും ഉൾക്കൊള്ളുന്ന ഒരു എലിവേറ്റഡ്
വൈദ്യുതീകരിച്ച മെട്രോ റെയിൽ സംവിധാനത്തിന്റെ നിർമ്മാണം ഉൾപ്പെടുന്ന കൊച്ചി മെട്രോ റെയിലിന്റെ രണ്ടാം ഘട്ടത്തിന്റെ നടത്തിപ്പിന് ഈ പദ്ധതി പിന്തുണയ്ക്കും. ഒരു വയഡക്റ്റ് ഘടന, സ്റ്റേഷനുകൾ, ട്രാക്കുകൾ എന്നിവയുടെ രൂപകൽപ്പനയ്ക്കും നിർമ്മാണത്തിനും സിഗ്നലിംഗ്, ടെലികമ്മ്യൂണിക്കേഷൻസ്, സഹായ പ്രധാന സബ്സ്റ്റേഷൻ, റേഷൻ, പവർ സപ്ലൈ സൗകര്യങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ സംഭരണത്തിനും ഇൻസ്റ്റാളേഷനും ഇത് ധനസഹായം നൽകും. കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പദ്ധതി നിലവിലുള്ള മെട്രോ ശൃംഖല വിപുലീകരിക്കുകയും കേരളത്തിലെ വാണിജ്യ കേന്ദ്രത്തിലെ ഗതാഗതക്കുരുക്ക് കുറയ്ക്കുകയും നഗരഗതാഗതം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. പേട്ട മുതൽ ഇൻഫോപാർക്ക് പ്രദേശം വരെ ഈ പുതിയ ഘട്ടം വ്യാപിക്കും. കുണ്ടന്നൂർ, തൃപ്പൂണിത്തുറ തുടങ്ങിയ പ്രധാന പ്രദേശങ്ങൾ ഇതിൽ ഉൾപ്പെടും. റെസിഡൻഷ്യൽ ഇടനാഴികളെ ബന്ധിപ്പിക്കുന്നതിലൂടെ മെട്രോ യാത്രക്കാർക്ക് റോഡ് ഗതാഗതത്തിന് പകരം വേഗതയേറിയതും വൃത്തിയുള്ളതും കൂടുതൽ സൗകര്യപ്രദവുമായ ഒരു ബദൽ നൽകും. പ്രധാന ബിസിനസ് ജില്ലകളിലേക്കും റെസിഡൻഷ്യൽ പ്രാന്തപ്രദേശങ്ങളിലേക്കുമുള്ള പ്രവേശനക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ടാം ഘട്ട സാമ്പത്തിക വളർച്ച വർദ്ധിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വകാര്യ വാഹനങ്ങളെക്കാൾ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സുസ്ഥിര നഗര വികസനം എന്ന കൊച്ചിയുടെ കാഴ്ചപ്പാടുമായി ഇത് യോജിക്കുന്നു. അത്യാധുനിക സ്റ്റേഷനുകൾ, ഊർജ്ജക്ഷമതയുള്ള ട്രെയിനുകൾ, ഉപയോക്തൃ സൗഹൃദ സൗകര്യങ്ങൾ എന്നിവ ഉപയോഗിച്ച് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടത്തിലൂടെ ആയിരക്കണക്കിന് താമസക്കാർക്കും സന്ദർശകർക്കും ദൈനംദിന യാത്രകൾ സുഗമമാക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.